ഹലോ എല്ലാവർക്കും ARJ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അജയന്റെ രണ്ടാം മോഷണം, ആൾസോ നോൺ ആസ് ARM, മലയാളത്തിന്റെ ഒരു ബിഗ് ബഡ്ജറ്റ് പടമാണ്. സംഭവം പ്രതീക്ഷയുള്ള ഐറ്റമാണ്. ജിതിൻ ലാലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടൊവിനോയുടെ ട്രിപ്പിൾ റോളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. പ്രതീക്ഷ ഉള്ള ഐറ്റമാണ്. ഓണം റിലീസായിട്ടാണ് പടം വരാൻ പോകുന്നത്. എന്തായാലും ആ ഒരു പ്രതീക്ഷ നമുക്ക് ട്രെയിലറിലൂടെ കാത്തു സൂക്ഷിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ARMന്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുനോക്കാം. റെഡി. ആകാശത്തു നിന്നും പൊട്ടി വീണൊരു നക്ഷത്രക്കല്ല്, കാറ്റിനെക്കാളും വേഗത്തിലും മിന്നലിനേക്കാളും പ്രകാശത്തിലും. VFX-നൊക്കെ വലിയ പ്രാധാന്യം കാണുന്നില്ല. 3D ആണ് സംഭവം. ഹരിപുരം ഭാഗത്ത് ഒരു കളരിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാരണവരെ കുറിച്ച് ആ പറഞ്ഞേ. ക്രൈംസ് ഒക്കെ പൊളിയാട്ടാ. നാടായ നാട് പറ്റും കട്ടുമുടിച്ച് നടക്കുന്നവരെ കൂടെ തലയുറച്ച് പിടിച്ച് നടക്കാൻ പറ്റാണ്ടായി. 4 ഭാഗത്ത് നിന്നോളണം. ഓൻ ഏലിയും വരും. ഒന്നിട്ടായാലും മടിയില്ല. ഇങ്ങോടെ നിൽക്കണം. വണ്ടി മണിയടി. ടൊവിനോ തോമസ്, മണിയൻ, അജയൻ, കുഞ്ഞിക്കേൾ കണ്ടിട്ടുള്ളൂ. അത് സ്വർണത്തിനേക്കാളും മൂല്യം ഉണ്ടായിന് നിന്നെ പോലെ. ഫ്രെയിംസ് ഒക്കെ കൊള്ളാം കേട്ടാ. ഫ്രെയിംസ് ഒക്കെ കൊള്ളാം. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികിട്ടൂല. ബേസിൽ ഇന്ന് കളവിന്റെ രാത്രിയാ. കള്ളന് വിചാരിക്കാത്ത നേട്ടാഫലം. വിഷ്വൽസ് ഒക്കെ പക്ക ഐറ്റം കേട്ടാ. മറ്റന്നാ നട തുറക്കുമ്പോ അച്ചാച്ചനെ പോലെ ഞാനും കള്ളന. രാജാവിന്റെ ചതുരംഗ പലകയില് ബുദ്ധിയില്ലാതെ കുറെ ചാവേറുകൾ ഉണ്ടാവും. ഞാൻ കളിക്കുന്ന ഈ കളിയില് വെറും ചാവേറാണ് നീ. അതിരാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കുണം കൊണ്ടാണ്. മോനെ, ഒരു നാടിനെ ജയിച്ച കള്ളനാ നിന്റെ അച്ചാച്ചൻ. സാധാരണ എല്ലാവരും അന്വേഷിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അജേട്ടനും പോയിട്ടുള്ളൂ. മണിയനെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ഈ ചെയ്യൊതുക്കാവില്ല. നൈറ്റ് ഷോട്ട്സ് ഒക്കെ അടിപൊളി കേട്ടോ. കള്ളനാണോ ഗോളിതാണോ ആദ്യം ഉണ്ടായത്? ഗോളി 3D ഓണം 2024 പൊളപ്പനായിട്ട് വന്നിട്ടുണ്ട്. നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട് ട്രെയിലർ. ഇതിന്റെ ഷോർട്സ് എല്ലാം ആ ഒരു റിച്ച്നെസ് നമുക്ക് ഫ്രെയിംസിലെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. മലയാള സിനിമയിൽ കാണാൻ സാധിക്കാത്തതും അതാണ്. ഫ്രെയിംസ് എല്ലാം നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. ട്രെയിലർ നോക്കിയിട്ട് നമുക്കിപ്പോൾ അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഫ്രെയിംസും ട്രെയിലർ കട്ട്സും ഒക്കെ എല്ലാം കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ടൊവിനോയുടെ ആക്ഷൻ, അതേ കണക്ക് വ്യത്യസ്തമായിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലുക്സ് എല്ലാം നല്ല കിഡിലനായിട്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ചെയ്തിട്ടുണ്ടെന്നാണ് ട്രെയിലർ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നത്. ആ ഒരു കള്ളന്റെ വേഷം, മണിയനായാലും കുഞ്ഞിക്കേളു എന്ന ആ ഒരു എന്താ പറയാ യോദ്ധാവ്, ആ ഒരു റോളായാലും ടൊവിനോയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ട്രെയിലർ കണ്ടിടത്തോളം. അപ്പൊ എന്തായാലും കിഡിലിനാവട്ടെ. ഇനി 3D എങ്ങനെയാണ് വർക്കാകാൻ പോകുന്നതെന്ന് അറിയണം. അത് നമുക്ക് തിയേറ്ററിൽ അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ട്രെയിലർ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷ വെച്ച് തിയേറ്ററിലേക്ക് വന്നോളൂ എന്ന് പറയുന്നത് പോലെ ഒരു ട്രെയിലർ പ്രോമിസിംഗ് ആയിട്ടുള്ള സംഭവം കിഡിലിനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പടം ഓൺ റിലീസ് ആയിട്ടാണ് വരാൻ പോകുന്നത്. പവർഫുൾ ആയിട്ട് മലയാള സിനിമ നിൽക്കുന്ന സമയത്ത് നല്ല കിടിലും പവർഫുൾ ട്രെയിലർ. ഈ ഒരു പടം ഒരു പാൻ ഇന്ത്യൻ റിലീസ് ആയിട്ടാണ് എത്തുന്നത്. അതായത് 5 ഭാഷകളിൽ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി ടൊവിനോയ്ക്ക് ഒരു റീച്ച് നോർത്ത് സൈഡിലൊക്കെ ഉണ്ട്. മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തുകൊണ്ടും അതിന്റെ പ്രൊമോഷൻ കൊണ്ടും ഒക്കെ നല്ലൊരു റീച്ച് ആ സമയത്ത് ടൊവിനോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് മുതലാക്കാൻ പറ്റിയ ഒരു അവസരമാണിത്. സോ ഈ ഒരു സിനിമയ്ക്ക് ഗംഭീര റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കാന്താരയൊക്കെ ഹിറ്റ് അടിച്ച കണക്ക് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് മലയാളത്തിൽ കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഈ ഒരു പടം ഓണത്തിനാണ് റിലീസ് ആകാൻ പോകുന്നത്. സെപ്റ്റംബർ 12 ആണെന്നാണ് തോന്നുന്നത്. അന്നാണ് ബെറോസിന്റെ റിലീസ് ഡേറ്റ് ആദ്യം വെച്ചിരുന്നത്. അന്നാണ്. പിന്നെ ബെറോസ് പോസ്റ്റ്പോൺ ചെയ്തു ഒക്ടോബർ 3 അത് മാറ്റിയത് നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും 2 ബിഗ് ബഡ്ജറ്റ് പടം ഒരുമിച്ച് വരുന്നത് 2 പടത്തിനും ഗുണകരമായിട്ട് വരത്തില്ല. എന്തായാലും അത് നല്ലതാണ് ഒക്ടോബർ 3 മാറ്റിയത്. അന്ന് നമ്മുടെ കങ്കുവ 10-ാം തീയതി ഉണ്ട്, അത് മാറ്റിയെന്ന് ഇപ്പൊ കേൾക്കുന്നു. എന്തരാണോ എന്തോ. വെട്ടിയാൻ 10-ാം തീയതി റിലീസ് ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന പടങ്ങൾ. എന്തായാലും ARM പാൻ ഇന്ത്യൻ ഹിറ്റ് അടിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് പറയാം. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.